ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ എന്ന് കരുണയുടെ കൊന്ത ചൊല്ലി നാമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ഈ പ്രാർത്ഥനയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇത് ഈശോ സിസ്റ്റർ മരിയ ഫൗസ്റ്റീന എന്ന വിശുദ്ധയായ മിസ്റ്റിക്കിനെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. എന്റെ കരുണയുടെ അപ്പസ്തോല എന്ന് ഈശോ തന്നെ അഭിസംബോധന ചെയ്ത വിശുദ്ധയോട് അവിടുന്ന് പറഞ്ഞു, പഴയ നിയമകാലത്ത് ഇടിമുഴക്കത്തിന്റെ ശക്തിയോടെ എന്റെ പ്രവാചകരെ ഞാൻ അയച്ചു. ഇന്ന് സകല ജനപദങ്ങളുടെയും അടുക്കിലേക്ക് എന്റെ കരുണയുമായി ഞാൻ നിന്നെ അയക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ കരുണയെക്കുറിച്ച് ലോകത്തെ അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധ മരിയ ഫൗസ്റ്റീന. എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എന്റെ അതിശക്തവും അത്യഗാധവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയുക എന്നാണ് ഈശോ വിശുദ്ധയോട് പറഞ്ഞത്. അവളിലൂടെയാണ് ഈശോ കരുണക്കൊന്ത, കരുണയുടെ നൊവേന, 3 മണി പ്രാർത്ഥന, കരുണയുടെ ഛായാചിത്രം എല്ലാം നമുക്ക് നൽകിയത്. അവളോട് ഈശോ എഴുതാൻ ആവശ്യപ്പെട്ടു. അവൾ എഴുതി. എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ എന്ന പേരിൽ ഒരു ഡയറിയായി അവൾ പോളിഷ് ഭാഷയിൽ എഴുതിയതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഫാദർ ജോസ് മോനിപ്പള്ളിയും ടീമും ആണ്. ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി, മരിയ നഗർ, തൊടുപുഴയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളരെയധികം ആത്മീയ സമ്പത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ നിധിയാണ് ഈ പുസ്തകം. ദൈവം മനുഷ്യരോട് കാണിക്കുന്ന അനന്തമായ കരുണയുടെ പ്രകാശനം ഇതിൽ നിന്ന് ഗ്രഹിക്കാനാകും. പുസ്തകത്തിലെ ഓരോ വരിയും നമ്മെ ദൈവകരുണയിൽ കൂടുതൽ ആശ്രയം വയ്ക്കുന്നവരാക്കി മാറ്റും. കാരുണ്യത്തിന്റെ ജീവിതശൈലി സ്വീകരിക്കാൻ നാം പ്രാപ്തരാക്കും. പാപികളുടെ മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി തീക്ഷ്ണതയോടെ പരിശ്രമിക്കുന്നവരായി നാം മാറും. ഈ അമൂല്യ ഗ്രന്ഥം ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോളുകൾക്ക് പുറമെ 9605777004 എന്ന വാട്സപ്പ് നമ്പറിലും ലഭ്യമാണ്. നന്ദി.